കൊച്ചി കോർപ്പറേഷനിലും പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലെ മറ്റ് നഗരസഭാ പഞ്ചായത്തുകളുമൊക്കെ കുറേ നാളായി UDF തിരിച്ചടി നേരിടുന്നുണ്ട്. കുറേ കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയാണ് അവിടെയൊക്കെ. പക്ഷേ അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. തുടർച്ചയായ തിരിച്ചടികളുണ്ട്. എങ്ങനെ തിരിച്ചു പിടിക്കാനാണ് UDF തീരുമാനം? LDF പ്ലാൻ എന്താണ്? ജിംസ്, എറണാകുളം കോർപ്പറേഷൻ ഏറെക്കാലം UDF ഭരിച്ചതാണ്. എന്നാൽ കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പോലും ഇടത് സ്വതന്ത്രരുടെ കൂടി പിന്തുണയോടുകൂടി LDF ഭരണം നടത്തുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് തന്നെ LDF പിന്തുണച്ചിരുന്ന ഒരു മുസ്ലിം ലീഗ് വിമതൻ മുസ്ലിം ലീഗിലേക്ക് ചേരുന്നു. അദ്ദേഹം കലൂർ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ധാരണയാവുകയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ കുറച്ചുകൂടി മുമ്പ് ഇത്തവണ UDF ഒരുങ്ങിയിട്ടുണ്ട്. സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. ഇന്നത്തോടുകൂടി ഏറെക്കുറെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാകും. സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതിന്റെ വിവരങ്ങൾ അടങ്ങിയ വാർത്താ സമ്മേളനം ഇന്ന് നടത്തുമെന്നാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത്. LDF സംബന്ധിച്ച് അവരുടെയും സീറ്റ് വിഭജനം ഏറെക്കുറെ പൂർത്തിയാണ്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ചെറിയ തർക്കങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ LDF സീറ്റ് വിഭജനം ഇന്നോ നാളെയോ പൂർത്തിയാക്കാനാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നൊരു നിലപാടാണ് അവർക്കുള്ളത്. ഒപ്പം തന്നെ സമീപ ജില്ലകളായ തൃശ്ശൂരിലും അതുപോലെ തന്നെ ആലപ്പുഴയിലുമെല്ലാം തന്നെ ഏറെക്കുറെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായ സ്ഥിതിവിശേഷമാണ്. വളരെ ശ്രദ്ധേയമായ മത്സരം നടക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നഗരസഭയിലും ഒപ്പം തന്നെ കുന്നംകുളം നഗരസഭയിലുമാണ്. BJPയുടെ സാന്നിധ്യമാണ് ഈ രണ്ട് നഗരസഭകളെ വ്യത്യസ്തമാക്കുന്നത്. ഒപ്പം തന്നെ ആലപ്പുഴയിൽ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ SDP-യുടെ ഒരു മുന്നേറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ SDP-യുടെ പ്രവർത്തനം വളരെ നിർണായകമായിരിക്കും എന്ന് വ്യക്തമാണ്. ഒപ്പം തന്നെ കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതിനകത്ത് മുസ്ലിം ലീഗിന് ഒരു സീറ്റ് വേണം എന്നൊരാവശ്യം ഇതുവരെ പരിഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. മുസ്ലിം ലീഗ് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നൊരു വികാരം മുസ്ലിം ലീഗിനകത്തുണ്ട്. ഒപ്പം തന്നെ ഈരാറ്റുപേട്ട നഗരസഭയിലും മുസ്ലിം ലീഗ് ഭരിക്കുന്ന മുസ്ലിം ലീഗ് ചെയർമാനുള്ള ഒരു നഗരസഭയാണ്. അവിടെയും SDP ഒരു വലിയ മുന്നേറ്റം നടത്തിയാൽ UDF ഭരണം നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക UDF അതുകൊണ്ട് തന്നെ ആ ഭാഗത്തും വലിയ പോരാട്ടം നടക്കാൻ പോകുന്നുണ്ട്. ഒപ്പം തന്നെ PJ ജോസഫിന്റെ സാന്നിധ്യം UDF സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയിൽ ഇപ്പോഴും സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിട്ടില്ല. PJ ജോസഫ് ഗ്രൂപ്പ് വലിയ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു പ്രശ്നം ഇടുക്കിയിലുണ്ട്. ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിൽ സീറ്റ് വിഭജന ചർച്ച LDF ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. കോട്ടയത്തും LDF പൂർത്തിയായിട്ടുണ്ട്. മാണി ഗ്രൂപ്പുമായി മികച്ച രീതിയിലാണ് കോട്ടയത്ത് LDF സീറ്റ് വിഭജന ചർച്ച ഇതിനകം പൂർത്തിയായി കഴിഞ്ഞത്.